ഇന്നലെ മുഖ്യമന്ത്രി വയനാട് സന്ദർശിച്ചല്ലോ. ഓരോ ചാനലിൽ കൊടുത്ത സമയമൊക്കെ ഞങ്ങൾക്കറിയാം. മുൻ മുഖ്യമന്ത്രി നിനക്കിപ്പോ പ്രശ്നം എന്താണ്? പ്രതിപക്ഷ നേതാവ് അവിടെ സന്ദർശിച്ചപ്പോൾ ഓരോ ചാനലിലും കൊടുത്ത സമയത്തെ സംബന്ധിച്ചോളം ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖ പത്രത്തിന്റെ അകത്തെ ഒറ്റ കോളം ഫോട്ടോയാണത്. കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഒരു സിംഗിൾ കോളം ഫോട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രമുഖ പത്രം ഇന്നലെ ഉണ്ടായിട്ടുള്ള ദുരന്ത പ്രദേശം സന്ദർശിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം കൊടുത്തത് അകത്തൊരു പേജിനകത്ത് ഒരു സിംഗിൾ കോളം. കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി. എത്ര പക്ഷപാതിത്വമാണ് ആ കാര്യങ്ങൾ നോക്ക്. ഞങ്ങളതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയാൻ ഞങ്ങളോട് വഴക്കൂടാണെന്ന് പറഞ്ഞില്ല. ഈ രാവണാശ്ശേരി തടിയും മണ്ണൊക്കെ ഉണ്ടെന്നുള്ളൂ. കൊച്ചു കുട്ടികളുടെ മനസ്സാണ്. 800 തൊഴിലാളികളെ പുതിയ ലേബർ കോഡിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് പിരിച്ചുവിട്ടു. മുൻ ലേബർ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പത്രസമ്മേളനം നടത്തി. കേരളത്തിലെയും വലിയ മുത്തശ്ശി പത്രം എന്നൊക്കെ പറഞ്ഞ ഒരു പത്രം ഒരു വാക്ക് കൊടുത്തിട്ടില്ലല്ലോ. വളരെ മോശമായി. ഇതാ എനിക്ക് പിടിക്കാത്ത. ഞാൻ എന്ത് ചെയ്താലും ഏറ്റില്ല. മാധ്യമ പ്രവർത്തകരെയും കൂടെ പിരിച്ചുവിടുമ്പോൾ മാത്രമേ ഒരു വേദന ഉണ്ടാവുള്ളൂ. മാധ്യമ പ്രവർത്തകർ ഈ വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിടാനുള്ള വകുപ്പുണ്ട്. എന്നാലും ഞങ്ങളെന്ന് നിങ്ങളോടുണ്ടാവും. കാര്യത്തിൽ ഒരു സംശയമില്ല. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഇന്നിപ്പോ കഴിഞ്ഞ LDF ഭരണ കാലഘട്ടത്തിൽ രാവിലെ എണീറ്റാൽ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി മുരളീധരൻ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യമന്ത്രി സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്താവന ഇറക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിന് അന്നത്തെ ദിവസം കഴിഞ്ഞു പോകാൻ വേണ്ടി പ്രയാസമാണ്. എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിതാശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ ആരോഗ്യ മേഖല നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും കൊണ്ട് പന്താടുകയാണ്. എന്തൊക്കെയാണോ ഈ പറയണത്? ഇന്നിപ്പോ പിന്നെ നമ്മുടെ എറണാകുളം നമ്മുടെ നെയ്യാറ്റിൻകര നടന്നിട്ടുള്ള മരണം, രാജേഷിന്റെ മരണം, അത് അവിടുത്തെ സെക്യൂരിറ്റിയിൽ നിൽക്കുന്ന പാവപ്പെട്ട ജീവനക്കാരെ തലയിൽ ചാരിക്കൊണ്ട് മാത്രം മാറാൻ വേണ്ടി പറ്റുമോ? ആ മരണത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്, ആരോഗ്യ വകുപ്പിന് ഉത്തരവാദിത്വമുണ്ട്. സമഗ്രമായ അന്വേഷണം നടത്തണം. ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ? അതിന് മാത്രമല്ല, കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഈ വാചകടിയും ആൾക്കാരെ കളിയാക്കുന്ന നിലയിലുള്ള പ്രസ്ഥാനങ്ങൾ മതിയാക്കിയിട്ട് മര്യാദയ്ക്ക് ഇരുന്ന് ഈ മരുന്നും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യണം. നീയാണല്ലോ കോടതി. സ്ഥലം മാറ്റം ആരോഗ്യരംഗത്ത് വലിയ താറുമാറാക്കിയിരിക്കുകയാണ്. ആരോഗ്യ ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യരംഗത്തെ പ്രവർത്തകരെയും തെക്കും വടക്കും നടത്തിയിരിക്കുന്ന സ്ഥലമാറ്റം ആരോഗ്യരംഗത്തെ പ്രവർത്തനത്തെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. പൊളിക്കൂടാ, എല്ലാം ഞാൻ പൊളിക്കും. Within 24 hours 20 minutes will be exposed bloody fool. ഈ വാർത്തകൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുക. ഡോക്ടർമാരില്ലായിരുന്നു, അവിടെ ഡോക്ടർമാരില്ലായിരുന്നു. അതാണ് പ്രശ്നം. അല്ലാതെ അന്വേഷണം നടത്തുന്നത് സെക്യൂരിറ്റി ജീവനക്കാരെ ഈ വന്ന ആളിനെ ക്യൂവിൽ നിർത്തിയോ ഇല്ലയോ എന്നുള്ള അല്ല അന്വേഷണം നടത്തേണ്ടത്. എന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. സമഗ്രമായ ഒരു അന്വേഷണമാണ് അവിടെ നടത്തേണ്ടത്. ഡോക്ടർമാരുണ്ടായിരുന്നോ? എന്തുകൊണ്ട് അയാൾക്ക് സമയത്ത് മരുന്ന് കൊടുത്തില്ല? എന്തുകൊണ്ട് അയാൾ ICU ആവശ്യമായ ക്രമീകരണം നടത്തിയില്ല? ഇത് പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് നമുക്ക് പ്രാധാന്യത്തോടുകൂടി കൊടുക്കേണ്ടെന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.